പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 26-ാമത് വാക്യം. ഞാൻ നന്മയ്ക്ക് നോക്കി ഇരുന്നപ്പോൾ തിന്മ വന്നു എന്ന വാക്യമാണ്. ജീവിതത്തിനകത്ത് നന്മ പ്രതീക്ഷിച്ച്, അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച്, ഉയർച്ചകൾ പ്രതീക്ഷിച്ച്, വിജയം പ്രതീക്ഷിച്ച് ഒക്കെ ഇരിക്കാറുള്ള അനേകം ആളുകളുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ അവരുടെ കാത്തിരിപ്പുകൾ വിപുലമായി പോകാറുള്ള, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഉത്തരങ്ങൾ വന്നു ചേരുന്ന അനേക സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാവാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ഒരപ്പൻ മകനെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തയച്ച് ആ പിതാവ് വീടിൻ്റെ പൂമുഖത്ത് കാത്തിരിക്കുന്നത് സഹോദരന്മാരെ കണ്ട് ക്ഷേമമന്വേഷിച്ച് സന്തോഷത്തോടെ ഓടി വരുന്ന ആ മകൻ യോസേപ്പിനെയാണ്. എന്നാൽ ആ പിതാവ് കണ്ടത് അങ്ങനെ ഒരു കാഴ്ചയല്ല. ആ കാത്തിരിപ്പിൽ താൻ പ്രതീക്ഷിച്ചൊരു മറുപടിയല്ല തനിക്ക് കിട്ടിയത്. 37-ന്റെ 32, 35 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരന്മാർ യാക്കോബിൻ്റെ അരികിൽ വന്ന് തൻ്റെ മകൻ യോസേപ്പിന് ഇഷ്ടത്തോടെ വാങ്ങിക്കൊടുത്ത ആ അങ്കി ബ്ലഡിൽ കുളിച്ചതായി കൊടുക്കുമ്പോൾ ആ അപ്പൻ്റെ കാത്തിരിപ്പ് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വന്ന ഒരു നിമിഷമായിരുന്നു. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജനിച്ചു വീണ കുഞ്ഞിനു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്ന് നിലവിളിക്കുന്ന ഒരു ദാവീദിനെ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ കാത്തിരിപ്പ് ആരോഗ്യമുള്ള, സൗഖ്യമുള്ള, ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു മകന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പ് വ്യത്യസ്തമായി പോയി. വന്നു കേട്ട ഉത്തരം മകൻ്റെ മരണത്തിൻ്റെ വാർത്തയായിരുന്നു. അത് ദാവീദിനെ വല്ലാതെ ഭാരപ്പെടുത്തിയെങ്കിലും അതിനപ്പുറത്തിനി ഒരു മറുപടിയില്ല എന്ന് പറഞ്ഞ്, എൻ്റെ മകൻ ഇനി എൻ്റെ അരികിലേക്ക് വരികയില്ല, ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണുമെന്നൊക്കെ പറഞ്ഞ് ദാവീദ് എഴുന്നേറ്റ് വരുന്ന രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ കാത്തിരിപ്പുകളെല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തതാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചില കാത്തിരിപ്പിൻ്റെ ഉത്തരങ്ങൾ വന്നെന്നു വരാം. എന്നാൽ ഒന്ന് വ്യക്തമാണ്, പ്രാർത്ഥിക്കുന്ന, ദൈവത്തോടു കൂടെ വസിക്കുന്ന, ദൈവത്തിൽ അഭയം ചെല്ലുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാത്തിരിപ്പിനവസാനം തൻ്റെ മുൻപിലേക്ക് വരുന്ന ഉത്തരം അത് നമുക്ക് നന്മയായോ തിന്മയായോ തോന്നാം. എന്നാൽ അത് ദൈവത്തിൻ്റെ മുൻപിൽ പരമാർത്ഥതയുള്ളതും യാഥാർത്ഥ്യം നിറഞ്ഞതുമായിരിക്കും
അത് നമുക്ക് നന്മയായി മാത്രമേ ഭവിക്കൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് കാത്തിരിപ്പുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് മുൻപിൽ വരുന്ന ഉത്തരങ്ങൾ ദൈവം നന്മയായി തന്നാലും തിന്മയായി തന്നാലും സന്തോഷത്തോടെ അത് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദുഃഖത്തിൻ്റെ പാനപാത്രം ഞങ്ങളുടെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ അത് കുടിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.